മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ വേദന തോന്നുന്നവരാണ് യഥാർത്ഥ ദരിദ്രർ. ഒരു കർഷകൻ വളരെ ദുഃഖിതനായിരുന്നു. അയാൾ ഒരു ദിവസം പാടത്തേക്ക് പോകുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടു. വൃദ്ധൻ ചോദിച്ചു, "എന്താണ് നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത്?" കർഷകൻ പറഞ്ഞു, "ഞാനൊരു ദരിദ്രനാണ്. എന്നാൽ എൻ്റെ ചുറ്റുമുള്ളവർ വലിയ ധനികരാണ്. ഒരു കാളയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൃഷി വിപുലപ്പെടുത്താൻ കഴിയുമായിരുന്നു." വൃദ്ധൻ പറഞ്ഞു, "നിങ്ങൾ എൻ്റെ കാളയെ കൊണ്ടുപോയിക്കൊള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അയൽക്കാരനെ എൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടണം." കർഷകൻ ചോദിച്ചു, "അതെന്തിനാണ്?" വൃദ്ധൻ പറഞ്ഞു, "അയാൾക്ക് 2 കാളകളെ നൽകുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു." കർഷകൻ പറഞ്ഞു, "അയാൾ ധനികനാണ്. എന്തിനാണ് അയാൾക്ക് 2 കാളകളെ നൽകുന്നത്?" വൃദ്ധൻ മറുപടി നൽകി, "അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ദാരിദ്ര്യമല്ല, അസൂയയാണ്. മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ വേദന തോന്നുന്ന ആരും തന്നെ ദരിദ്രരായിരിക്കും. സമൃദ്ധിയും ദാരിദ്ര്യവും ഭൗതിക വസ്തുക്കളുടെ ധാരാളതയോ ഇല്ലായ്മയോ അല്ല, മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ജീവിതത്തിൻ്റെ ധന്യത മനസ്സിൻ്റെ ധന്യതയാണ്. എന്താണത്? മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്ന ചിന്തയും ആഗ്രഹവുമാണ്. അനുഗ്രഹങ്ങൾ തനിക്കായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ തികഞ്ഞ സ്വാർത്ഥരാണ്. സ്വാർത്ഥത ജീവിതത്തെ സ്വയം കാർന്നു തിന്നു നശിപ്പിക്കുന്നതാണ്. സ്വാർത്ഥത മാത്രമല്ല, എല്ലാ ദുർഗുണങ്ങളുടെയും പ്രകൃതം അതാണ്. നമ്മുടെ ഹൃദയത്തിൽ അസൂയ രൂപപ്പെട്ടാൽ മറ്റുള്ളവരെ കൊല ചെയ്യുന്നതിന് പോലും നമ്മെ പ്രേരിപ്പിച്ചുവെന്ന് വരാം. അസൂയയുള്ളവർക്ക് സമൃദ്ധി ഉണ്ടായാലും അവരുടെ അസൂയ ഇല്ലാതാവുകയില്ല. അതാണ് ആ കർഷകനിൽ കണ്ടത്. അവന് ആവശ്യമായിരുന്നത് ഒരു കാളയെയാണ്. അത് അവന് ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് 2ഓ 3ഓ കാളയെ ലഭിച്ചാൽ അതിൽ അയാൾ എന്തിനാണ് വിഷമിക്കുന്നത്? പക്ഷേ അവരുടെ സമൃദ്ധി ഈ കർഷകനെ പോലെയുള്ളവർക്ക് സഹിക്കുവാൻ കഴിയില്ല. ഇതാണ് അസൂയയുള്ളവരുടെ അനുഭവം. മറ്റുള്ളവർ തങ്ങളെക്കാൾ ദരിദ്രരും ബലഹീനരുമാവണമെന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ചാൽ മനസ്സിൽ ഗൂഢമായ ഒരു ആനന്ദം. പക്ഷേ അത് വലിയ അപകടമാണ്. അത് പൈശാചിക ഭാവമാണ്. എന്നാൽ അപരരോടുള്ള സ്നേഹം കാരണം അവരുടെ നന്മയ്ക്കു വേണ്ടി സ്വജീവിതം സന്തോഷപൂർവ്വം ഹോമിക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ അതാണ് ജീവിതത്തിൻ്റെ പരമമായ മഹത്വം. അങ്ങനെ ഒരു ഭാവം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുമോ? അതാണ് ദൈവികത. നമ്മുടെ ഭക്തിയും ഉപവാസവും പ്രാർത്ഥനയും ബലികളും ഇങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മിൽ സൃഷ്ടിക്കുവാൻ പര്യാപ്തമല്ലെങ്കിൽ അവയെല്ലാം അർത്ഥശൂന്യമായി ഭവിക്കും. നമ്മുടെ ഭക്തി ദൈവിക ഭാവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നമ്മെ ശാക്തീകരിക്കുന്നതാവണം.